എലിയും താമസിച്ചിരുന്നു. പൂച്ച 18 അടവും കയറ്റിയിട്ടും ഈ എലിയെ പിടിക്കാൻ കഴിഞ്ഞില്ല. എപ്പോഴൊക്കെ പൂച്ചയുടെ ദൃഷ്ടിയിൽ എലി പെട്ടാലും ഉടൻ തന്നെ എലി ഓടി മാളത്തിൽ കയറും. പൂച്ചയ്ക്ക് അവനെ കിട്ടുകയില്ല. അങ്ങനെ ഈ കളികൾ ഇങ്ങനെ കുറെ നടന്നുകൊണ്ടിരിക്കെ ഒരു ദിവസം എലി മാളത്തിൽ ഇരിക്കുമ്പോൾ പൂച്ച ഭൗ 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 എന്ന് പട്ടി കുരയ്ക്കും പോലെ കുരച്ചു. അപ്പൊ മാളത്തിനകത്തിരുന്ന എലി വിചാരിച്ചു ഏതോ ഒരു പട്ടി വന്നിരിക്കുന്നു. ആ പട്ടിയെ കണ്ടപ്പോൾ പൂച്ച ഉറപ്പായിട്ടും ഓടിപ്പോയി കാണും. കാരണം പൂച്ചയ്ക്ക് പട്ടികളെ ഭയമാണ്. അപ്പോ അങ്ങനെ മെല്ലെ എലി പുറത്തിറങ്ങിയതും ഒളിച്ചിരുന്ന പൂച്ച ചാടി എലിയെ പിടിച്ചു. പരിഭ്രമിച്ചു പോയ എലി ചോദിച്ചു, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പോൾ പട്ടിയുടെ കുര കേട്ടല്ലോ, ആ പട്ടിയോട് പോയി? പൂച്ച ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സുഹൃത്തെ, ഇക്കാലത്ത് ഇര പിടിക്കണമെങ്കിൽ മാതൃഭാഷ മാത്രം അറിഞ്ഞാൽ പോരാ, ഒരു രണ്ടാം ഭാഷ കൂടി പഠിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ AI കാലത്ത് നമ്മൾ ഒരു സ്കില്ല് കൊണ്ടായിരിക്കും ഇര പിടിക്കുന്നത്. ആ സ്കില്ലിന് ചിലപ്പോൾ ഈ ആധുനിക യുഗത്തിലെ സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ട് ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിൽ ഇര പിടിക്കാൻ നാം ഒരു ഞണ്ട് തന്റെ മകനോടൊപ്പം കടൽ തീരത്തെ മണൽപ്പരപ്പിലൂടെ നീങ്ങുകയായിരുന്നു. ആ സമയത്ത് അമ്മ തന്റെ മകന്റെ നടത്തം ശ്രദ്ധിച്ചു. അവൻ മറ്റെല്ലാ ഞണ്ടുകളെയും പോലെ വശങ്ങളിലായി നീങ്ങുകയായിരുന്നു. അവൾ പറഞ്ഞു, എന്റെ മകനെ, നീ എന്തിനാണ് ഇങ്ങനെ തിരിഞ്ഞു നടക്കുന്നത്? ഇരുവശങ്ങളിലേക്കും തിരിഞ്ഞു നടക്കാതെ നേരെ മുന്നോട്ട് നടക്കുന്നതാണ് കൂടുതൽ മനോഹരം. അപ്പോൾ ചെറുഞണ്ട് അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ശരിയായ രീതിയിൽ എങ്ങനെ നടക്കണമെന്ന് കാണിച്ചു തന്നാൽ ഞാനും അതുപോലെ നടക്കാം. അമ്മ നേരെ ഒരേ വരിയിൽ നടക്കുകയാണെങ്കിൽ ഞാനും അതേ മാതൃക പിന്തുടരാം. അങ്ങനെ അമ്മ ഞണ്ട് നേരെ നടക്കാൻ ശ്രമിച്ചു. പക്ഷേ എത്ര പരിശ്രമിച്ചിട്ടും അവൾക്കും വശങ്ങളിലേക്ക് മാത്രമേ നടക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോഴാണ് താൻ ചെയ്യുന്ന അതേ കാര്യം ചെയ്യുന്ന മകനെ വിമർശിച്ചത് എത്രമാത്രം മൂഢതയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായത്. മാതൃകയാണ് ഏറ്റവും നല്ല ഗുരു. സ്വയം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കരുത്. ഒരു ഞണ്ട് നല്ലൊരു ചിന്ത. മനു വിരൂപനായ ഒരു കുട്ടിയായിരുന്നു. കോങ്കണ്ണുകളും ഉന്തിയ പല്ലുകളും കോടിയ ചിറികളും എല്ലാം കൂടെ ആകെ വികൃതമായ ഒരു രൂപം. ഒരു ദിവസം അവൻ തൻ്റെ മുത്തച്ഛനോട് പറഞ്ഞു, മുത്തച്ഛ, ഞാൻ എന്താ ഇങ്ങനെയായത്? ആർക്കും എന്നെ ഇഷ്ടമല്ല. എൻ്റെ സഹപാഠികളാരും എൻ്റെ അരികിൽ വരിക പോലും ഇല്ല. ഞാൻ ആർക്കും വേണ്ടാത്തവനാണല്ലോ. മുത്തച്ഛൻ ഒന്നും പറയാതെ വീട്ടിനുള്ളിലേക്ക് പോയി. ഒരു മൂല പൊട്ടിയതും ഒരു ഭാഗം ചെന്തിപ്പോയതുമായ ഒരു ഇഷ്ടികയുമായി മടങ്ങി വന്നു. അത് അവൻ്റെ മുൻപിൽ വെച്ചിട്ട് ചോദിച്ചു, ഈ ഇഷ്ടിക എന്തിനു കൊള്ളാം? അവൻ പറഞ്ഞു, ഇത് ഉപയോഗശൂന്യമാണ്. മുത്തച്ഛൻ പറഞ്ഞു, ഞാൻ പണിതുകൊണ്ടിരിക്കുന്ന ആ വലിയ വീടിൻ്റെ പ്രധാനപ്പെട്ട ഉരുണ്ട തൂണിന് ഉപയോഗിക്കുവാൻ വേണ്ടി മണ്ണിൽ കിടന്ന ഈ ഇഷ്ടിക ഞാൻ എടുത്ത് കൊണ്ടുവന്നതാണ്. ഉപയോഗിക്കണമെങ്കിലും അത് ഈ ഷേപ്പിലാക്കണം. അതുകൊണ്ട് ഈ ഷേപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപ്രകാരം വിരൂപമെന്ന് തോന്നുന്ന ഏതു രൂപങ്ങളും ചില പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് മകനെ, നീ ആർക്കും ആവശ്യമില്ലാത്തവനല്ല. ചിലയിടങ്ങളിൽ നീ വളരെ പ്രധാനപ്പെട്ടവനാകും. നല്ല ഷേപ്പുള്ളവർക്ക് ഇല്ലാത്ത പല ഗുണങ്ങളും നിന്നിലുണ്ട്. ആകയാൽ നീ ഒട്ടും അധൈര്യപ്പെടേണ്ട. നീ സമൂഹത്തിന് വളരെ പ്രയോജനകരമായി തീരും. ഈ ലോകത്തിലുള്ളതെല്ലാം രൂപത്തിലും ഭാവത്തിലും ഗുണത്തിലും മണത്തിലും നിറത്തിലും വലിപ്പത്തിലും രുചിയുമെല്ലാം വ്യത്യസ്തങ്ങളാണ്. ഒരേ വർഗത്തിൽപ്പെട്ടവ പോലും വ്യത്യസ്തങ്ങളാണ്. ചിലതൊക്കെ ഒന്നിനും കൊള്ളാത്തതും ഉപദ്രവകാരികളെന്ന് തോന്നിയാലും ഒന്നും ഉപയോഗമില്ലാത്തവയല്ല. ചിലതൊക്കെ നാം വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് ഉപയുക്തമായില്ല എന്ന് വരാം. അല്ലെങ്കിൽ ആരെയാണ് എന്തിനെയാണ് എല്ലായിടത്തും ഉപയോഗിക്കാവുന്നത്? ഓരോരുത്തർക്കും ഓരോന്നിനും പ്രത്യേക സ്ഥാനങ്ങളും ഉപയോഗങ്ങളുമാണ് ഉള്ളത്. ഉപയോഗശൂന്യമെന്ന് തോന്നുന്നവയ്ക്കും ചില പ്രത്യേക ഉപയോഗങ്ങളുണ്ട്.
ചീഞ്ഞത് എന്ന് തോന്നുന്നവ പോലും ചില സ്ഥാനങ്ങളിൽ ഏറ്റവും പ്രയോജനപ്രദമാണ്. ഏറ്റവും പ്രയോജനകരമെന്ന് നാം കരുതുന്ന ചിലതൊക്കെ അപകടത്തിനും കാരണമാകാം. തീ, വെള്ളം, വൈദ്യുതി, ഇക്കാലത്ത് ഫോണും നെറ്റും ഇവയൊക്കെ ഇല്ലാതെ ജീവിക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇവയൊക്കെയും പലവിധ അപകടങ്ങൾക്ക് കാരണമാകാം. മോശമായി കണക്കാക്കുന്ന വിസർജ്യ വസ്തുക്കൾ സസ്യങ്ങൾ വളരുന്നതിന് ഉപയുക്തമല്ലേ? നാം കഴുകിക്കളയുന്ന ചെളി തന്നെ വിലപിടിപ്പുള്ള പല പദാർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. അതിനാൽ ഒന്നും പ്രയോജനമില്ലാത്തവയല്ല. എന്നാൽ എവിടെയാണ് നാം പ്രയോജനപ്പെടുക എന്നത് കണ്ടെത്തണം എന്ന് മാത്രം. അപ്പച്ചനാം ദൈവം അപ്പമായി മുറിയുന്ന സ്നേഹത്തിൻ വീടാണി അൽത്താര. അമ്മയാം ദൈവം ആത്മം വിളമ്പുന്ന സ്നേഹത്തിൻ വീടാണി ബലിപീഠം. അപ്പച്ചനാം ദൈവം അപ്പമായി മുറിയുന്ന സ്നേഹത്തിൻ വീടാണി അൽത്താര. അമ്മയാം ദൈവം ആത്മം വിളമ്പുന്ന സ്നേഹത്തിൻ വീടാണി ബലിപീഠം. ഒരുമയോടണയാം, ഒരുമനമായി ചേരാം, ഈശോയിൽ നമ്മളൊന്ന്. ഒരുമയോടണയാം, ഒരുമനമായി ചേരാം, ഈശോയിൽ നമ്മളൊന്ന്. അപ്പച്ചനാം ദൈവം അപ്പമായി മുറിയുന്ന സ്നേഹത്തിൻ വീടാണി അൽത്താര. അമ്മയാം ദൈവം ആത്മം വിളമ്പുന്ന സ്നേഹത്തിൻ വീടാണി ബലിപീഠം. അപ്പ ജീവിതത്തിൻ വീതിയിൽ ഞാൻ വീണുപോയാലും സ്നേഹിതനാം യേശുവിൻ്റെ കൂടെയുണ്ടല്ലോ. ഇരുൾ നിറയും യാത്രയിൽ ദിശ മറന്നാലും വെളിച്ചമേകി യേശുവെന്നെ വഴി നടത്തിയിടും. ഇരുൾ നിറയും യാത്രയിൽ ദിശ മറന്നാലും വെളിച്ചമേകി യേശുവെന്നെ വഴി നടത്തിയിടും. കൂടെയുണ്ടല്ലോ, യേശുണ്ടല്ലോ, എന്നുമുണ്ടല്ലോ. ദുഃഖവും കഷ്ടവും എല്ലാം മറന്ന് പാടിടാം. ജീവിതത്തിൻ വീതിയിൽ എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ.
ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണീ എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണീ എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. പഞ്ചിന് ബ്ലഷിനെ കിട്ടിയ കഥ. കെട്ടിപ്പിടിച്ചു കരയാൻ ഒരു തലയിണ പോലും ഇല്ലാത്തവരുടെ ജീവിതത്തിലെ ശൂന്യതയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾ ഈശോ തന്നെയായിരിക്കും. നിങ്ങൾ ഒത്തിരി സ്നേഹിച്ചവര്, നിങ്ങൾ ഒരിക്കലും പിരിഞ്ഞുകൂലെന്ന് വിചാരിച്ചവർ നിങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വേദന ഈശോയ്ക്ക് നന്നായിട്ട് മനസ്സിലാവും. കാരണം പത്രോസ് ഈശോയെ തള്ളി പറഞ്ഞ് യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്ത്. ഔസേപ്പിതാവിന്റെ മരണത്തിന് ശേഷം കുടുംബത്തെ പോറ്റാൻ വേണ്ടി അലയുന്ന പക്ഷേ അമ്മയെ കണ്ട് ഈശോയ്ക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരു അപ്പനില്ലാത്ത വീടിന്റെ കഷ്ടപ്പാടും ഒരു അമ്മയുടെ അലച്ചിലൊക്കെ. തളർന്നു പോകുമ്പോഴത്തേക്കും, ലോസ്റ്റ് ആയെന്ന് തോന്നുമ്പോഴത്തേക്കും ആ ക്രൂശിരൂപത്തിന് മുമ്പിൽ ചെന്ന് കുറച്ചേരം ഇരിക്കും, കുറച്ചേരം കരഞ്ഞോ, നിങ്ങളുടെ കണ്ണീരിന്റെ വില അവന് നന്നായിട്ട് മനസ്സിലാവും. തങ്കത്തോണി തന്മലയോരം കണ്ടേ, പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ. കന്നീല കുമ്പിളിൽ ഉള്ളില്ല പൂവുണ്ടേ, ഇടനെഞ്ചിൽ തുടിയുണ്ടേ, തുടി കൊട്ടും പാട്ടുണ്ടേ. കരകാട്ടാം കാണാനെത്താനുണ്ടേ. തങ്കത്തോണി തന്മലയോരം കണ്ടേ, പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ. കൊയ്യാം പാടത്ത് കതിരാടും നേരം, ഏലേലപ്പുഴയോരം മാനോടും നേരം. ദിനകൊയ്യും പാടത്ത് കതിരാടും നേരം, ഏലേലപ്പുഴയോരം മാനോടും നേരം. നെയ്യാമ്പൽ പൂന്തണ്ടിൽ തിരയാടും നേരം, മൂളിപ്പോയി കാറ്റും ഞാനും. ഓ തങ്കത്തോണി തന്മലയോരം കണ്ടേ, പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ. കന്നീല കുമ്പിളിൽ മുള്ളില്ല പൂണ്ടേ, ഇടനെഞ്ചിൽ തുടിയുണ്ടേ, തുടി കൊട്ടും പാട്ടുണ്ടേ. കരകാട്ടാൻ കാണാനെത്താനുണ്ടേ. തങ്കത്തോണി
തെന്മലയോരം കണ്ടേ പാലക്കൊമ്പിൽ പാൽ കാവടിയും കണ്ടേ. പൂമാലക്കാവിൽ തിറയാടും നേരം പഴനിമലക്കോവിലിൽ മയിലാടും നേരം. പൂമാലക്കാവിൽ തിറയാടും നേരം പഴനിമലക്കാവിലിൽ മയിലാടും നേരം. ദീപങ്ങൾ തെളിയുമ്പോൾ എന്നുള്ളം പോലും മേളത്തിൽ തുള്ളിപ്പോയോ. തങ്കത്തോണി തെന്മലയോരം കണ്ടേ പാലക്കൊമ്പിൽ പാൽ കവടിയും കണ്ടേ. കന്നീല കുമ്പിളിൽ മുള്ളില്ല പൂവുണ്ടേ, ഇടനെഞ്ചിൽ തുടിയുണ്ടേ, തുടികൊട്ടും പാട്ടുണ്ടേ, കരകാട്ടം കാണാനെത്താനുണ്ടേ. തങ്കത്തോണി തെന്മലയോരം കണ്ടേ പാലക്കൊമ്പിൽ പാൽ കാവടിയും കണ്ടേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്. പ്രാർത്ഥനയോടെ ചിമ്മിനി ഡാം എന്ന സ്ഥലമാണ് ആങ്ങളയുടെ വീട്. വേലുപ്പാടം. ഭാര്യ സുഖമില്ലാതെ കിടക്കുകയാണ്. അവിടെ പോയപ്പോൾ ചിമ്മിനി ഡാമിലും പോയി. അവിടെ അടുത്താണ് വേലുപ്പാടത്തുനിന്ന്. മോളാണ് കൂടെയുള്ളത്. മോളും മരുമകനും ഉണ്ട് എൻ്റെ കൂടെ. Good night.